എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചതയ നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. കൊല്ലവർഷം 1202 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. 2026 ഓഗസ്റ്റ് 17 തീയതിയാണ് ചിങ്ങം 1 തീയതി. പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് അത്. ചതയ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യാഴം അനിഷ്ടസ്ഥാനമായ 6-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനക്കുറവ് ഉണ്ടാകും. 7.5 ശനി തുടരുകയാണ്. 2-ാം ഭാവത്തിലെ ശനി സാധാരണയായിട്ട് ധനത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. പക്ഷേ കുംഭക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ചതയം എന്നുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല, ദോഷം കുറയും. എന്നാലും സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടായേക്കാം. കൂടുതൽ സമയവും ഒരുതരം ആലസ്യം അനുഭവപ്പെട്ടേക്കാം. ഇത് ജീവിത പുരോഗതിക്ക് വിഘാതമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണം. നിലവിലെ ജോലി ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുമെങ്കിലും അതത്ര ആശാസ്യമല്ല. കാരണം പുതിയൊരു ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. വരവിൽ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. 7.5 ശനിക്കാലവും ജന്മക്കൂറിൽ തന്നെ രാഹു സഞ്ചരിക്കുന്നതും കാരണം തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട് വെക്കുന്നവർക്ക് ഇടയ്ക്ക് ധനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോലി, പഠനം ഇവയ്ക്കായി വിദേശയാത്ര തരപ്പെടാനുള്ള യോഗവുമുണ്ട്. തീർത്ഥയാത്രകൾക്കും അവസരമുണ്ടാകും. അപരിചിതരുടെ സഹായം സ്വീകരിക്കുന്നത് വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. നല്ല കരുതൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ നമ്മൾ ആ സഹായം വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. ചെറിയ മുതൽ മുടക്കുകളോടെയുള്ള സംരംഭങ്ങൾ വിജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ തുക മുടക്കാനായിട്ട് ഈ സമയം അനുയോജ്യമല്ല. പ്രണയ വിവാഹത്തിൽ ചെറിയ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2026 ഒക്ടോബർ മാസത്തിൽ വ്യാഴം കുംഭക്കൂറുകാരുടെ 7-ാം ഭാവമായ ചിങ്ങ രാശിയിലേക്ക് മാറുന്നതാണ്. ഈ സമയത്ത് കുറച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നടക്കാൻ യോഗമുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് ആ ദുഃഖം നീങ്ങി സന്താന യോഗം ഉണ്ടാകും. അതുപോലെ പുതിയ ജോലി ലഭിക്കാനും യോഗമുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണച്ചെലവ് വർദ്ധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും പണവും ഉണ്ടാകും. മനസ്സ് പൊതുവെ ശാന്തമാകും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുണ്ട്. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും ചില സമയത്തുള്ള പെരുമാറ്റം നമുക്ക് മനോദുഃഖമുണ്ടാകും. നമ്മളറിയാത്ത കാര്യം നമ്മുടെ മേൽ ആരോപിക്കാനൊക്കെ അവർ ശ്രമിച്ചേക്കും. 2026 ഡിസംബറിൽ രാഹു ചതയ നക്ഷത്രക്കാരുടെ 12-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. കേതു 6-ാം ഭാവത്തിലേക്കും എത്തുകയാണ്. രാഹു കേതുക്കളുടെ രാശിമാറ്റ സമയത്ത് ആരോഗ്യകാര്യത്തിലും വാഹന ഉപയോഗത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. 7.5 ശനി തുടരുന്നതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ പണച്ചെലവും ഉണ്ടാകും. ജോലിയിൽ ഇഷ്ടപ്പെടാത്ത സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്കുള്ള മാറ്റമോ ഉണ്ടായേക്കാം. ആത്മീയത ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ 6-ാം ഭാവത്തിലെ കേതു ശത്രുദോഷം കുറയ്ക്കും എന്നുള്ളൊരു ഗുണവും ഉണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈ സമയത്ത് കുറേ നേട്ടങ്ങളുണ്ടാകും. ഉയർന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് 6-ാം ഭാവത്തിലേക്ക് കേതു നൽകുന്ന ഒരു ഗുണഫലമാണ്. അതേസമയത്ത് ദാമ്പത്യം, സാമ്പത്തിക കാര്യങ്ങൾ, മാനസിക സമാധാനം എന്നിവയിൽ ചില വെല്ലുവിളികളും അസ്വസ്ഥതകളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2027 ജനുവരിയിൽ വ്യാഴം തിരികെ 6-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് വരുന്നു. ഈ സമയത്ത് കടബാധ്യത അല്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. പൂർവിക സ്വത്തിൻ്റെ ലാഭവും ഉണ്ടായേക്കാം. പക്ഷേ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടവും ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് എതിർപ്പുകൾ നേരിട്ടേക്കാം. അപവാദം കേൾക്കാനുള്ള ഒരു സാധ്യതയും ഈ സമയത്തുണ്ട്. വളരെ ശ്രദ്ധിക്കണം നമ്മുടെ പെരുമാറ്റത്തിലും. അതുപോലെ തന്നെ തമാശ പറയുമ്പോൾ പോലും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ വാക്കുകൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. തൊഴിൽപരമായ അവസര നഷ്ടം ഉണ്ടായേക്കാം. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി നേരിടേണ്ടി വരും. പണമിടപാടുകളിൽ നഷ്ടമുണ്ടാകാം. ബിസിനസ്സിൽ മത്സരം നേരിടേണ്ടി വന്നേക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാലം അത്ര ഗുണകരമല്ല. ശനി രാശി മാറുന്നത് 2027 ജൂൺ മാസത്തിലാണ്. മേടരാശിയിലേക്കാണ് മാറുന്നത്. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് വളരെ കാലമായിട്ടുണ്ടായിരുന്ന 7.5 ശനി അവസാനിക്കുന്നതാണ്. മാത്രമല്ല ശനിയുടെ 3-ാം ഭാവത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് സ്ഥാനം കൊണ്ട് കുറച്ച് ഗുണമാണ്. പക്ഷേ മേടം എന്ന് പറയുന്നത് ശനിയുടെ നീചരാശിയാണ്. അതുകൊണ്ട് തന്നെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിനാഥൻ കൂടെയാണ് ശനി എന്നുള്ളത് കൊണ്ട് ശനി മേടത്തിലേക്ക് മാറുമ്പോൾ ഉദ്ദേശിക്കുന്നത്ര ഗുണം ലഭിക്കുകയില്ല. എന്നാൽ ഈ സമയത്ത് വ്യാഴം 7-ാം ഭാവമായ ചിങ്ങത്തിലേക്ക് സ്ഥിരമായിട്ട് മാറുന്നത് ജോലിയിലും വ്യാപാരത്തിലും കുറച്ച് ഗുണങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ദൈവാധീനം വർദ്ധിക്കാനും കാര്യങ്ങൾ സഫലമായി തുടങ്ങാനും യോഗമുണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. ശനി നീചത്തിൽ വരുന്നതുകൊണ്ട് സൽക്കാര്യങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായിട്ട് പണം ചെലവഴിക്കാനും സാധ്യതയുണ്ട്. ഇനി ചതയ നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി നോക്കുമ്പോൾ അവർ പ്രധാനമായിട്ടും രാഹു കേതു പ്രീതിക്കായിട്ടുള്ള വഴിപാടുകളാണ് ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. ഐശ്വര്യം നേടാനും അതുപോലെ ദോഷങ്ങൾ മാറാനും ഒക്കെ അത് നല്ലതാണ്. നാഗക്ഷേത്രത്തിൽ മഞ്ഞൾപ്പൊടി, നൂറും പാലും അല്ലെങ്കിൽ ആയില്യ പൂജ ഇതിലേതെങ്കിലും ഒന്ന്
കഴിയുമെങ്കിൽ ചിങ്ങമാസത്തിൽ തന്നെ ചെയ്യുന്നത് നന്നായിരിക്കും. ശാസ്താവിന് നീരാഞ്ജനം തെളിക്കണം. ഇവ കൃത്യമായിട്ട് ഈ 2 വഴിപാടും ചെയ്യണം. ശിവന് കൂവളമാലയും ഭസ്മവും സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. വിഷ്ണു ഭഗവാന് നെയ്വിളക്ക്, താമരമാല എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ്. ജന്മനക്ഷത്ര ദിവസം ഗണപതിക്ക് നെയ്വിളക്ക് തെളിച്ചാൽ ഒരുപാട് വിഘ്നങ്ങൾ അകന്നു പോകാനും ആലസ്യം മാറാനും ഒക്കെ അത് ഗുണകരമാണ്. മറ്റു മതക്കാർ പാവങ്ങൾക്ക് അന്നദാനം പോലുള്ള സൽക്കാര്യങ്ങൾ ചെയ്താൽ അവരുടെ ദോഷങ്ങളും നന്നായിട്ട് മാറിക്കിട്ടുന്നതാണ്. ഇത്രയുമാണ് ചതയ നക്ഷത്രക്കാരുടെ പുതിയ മലയാള വർഷത്തെ സാമാന്യ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ചാനലിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചാനലിൻ്റെ വീഡിയോയുടെ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചാനലിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ. നിങ്ങൾക്ക് കുടുംബ സമാധാനവും വ്യാപാരത്തിൽ പുരോഗതിയുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.